B. Neck day. ഒറ്റ ദിവസം കൊണ്ട് എന്തപ്പുണ്ടായത്? ഒരു ദിവസം കൊണ്ട് ഇത്രക്കൊക്കെ? അതും ഇവളെ കുറച്ച് അങ്ങോട്ട് നോക്കേ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതൊക്കെ എപ്പോ സംഭവിച്ചു? ഒരു ദിവസം കൊണ്ടൊക്കെ ആർക്കെങ്കിലും ഇതുപോലെ ഒരു കട ഉണ്ടാക്കാൻ പറ്റുമോ? അത് ഇവളുടെ പിക്ചേഴ്സ് ഒക്കെ വെച്ച് അടിപൊളിയാ. ദേ ഉണ്ണിച്ചേട്ടൻ കട മാറ്റി. അതെ അവിടെയാ, അത് ഞാൻ കണ്ടു. പക്ഷെ ഇത് അൺബിലീവബിൾ. ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ ഒരു പണി ഇവള് കൊടുക്കും ഞാൻ വിചാരിച്ചില്ല. ഞാൻ നിന്നെ ഇങ്ങനെ വെള്ളി വിളിക്കുന്ന കരുതി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കരുതിയില്ല അല്ലേ? ഇല്ല, നീ ആ ചേട്ടന്റെ കട മുടിപ്പിക്കും ഞാൻ വിചാരിച്ചില്ല. ആ ചേട്ടന്റെ കട എങ്ങനെ മുടിയാനാ? ചേട്ടനെ നല്ല കച്ചവടം കാണും. ഞങ്ങൾക്ക് അവിടെ തന്നെ പോവും. ഓ അങ്ങനെയാണ്, നിങ്ങൾക്ക് അവിടെ പോവും. നിങ്ങൾ നാളെ വരും പോയിക്കോട്ടോ. സ്കൂളിൽ എല്ലാവരും ഇങ്ങോട്ട് വരും പോകുന്നേ. ഇവിടെ ഇല്ലാത്ത ഒരു കടികളുമില്ല, എല്ലാം ഉണ്ട്. ഉദ്ഘാടനം എന്റെ ഗ്രാൻഡ് വന്നിട്ടോ. നിങ്ങളൊക്കെ വരണേ. ഇനി ഇൻവൈറ്റ് ചെയ്തില്ലെന്ന് പറയണ്ട. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പേരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. നിങ്ങളെ ഞാൻ വിളിക്കുന്നു. പിന്നെ കുറച്ച് കുറച്ച് ചാടിസ്റ്റുകളെ വിളിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നിങ്ങളെ വിളിച്ചേക്കാം. ഓക്കെ, വരേണ്ടി. ഫ്രീ ആയിട്ട് ഭക്ഷണം തരാം. ഞങ്ങൾ എന്തിനാ വരുന്നത്? നിങ്ങൾ എന്റെ ക്ലാസ്സിലുള്ളതല്ലേ, നിങ്ങൾ എന്തായാലും വരണം. അല്ലെങ്കിൽ മിസ് എന്ന് വിചാരിക്കും. എന്റെ ഗ്രാൻഡ് ഈ സ്കൂളിനായി കൊടുത്ത ഗിഫ്റ്റ് ആണിത്. ഉദ്ഘാടനം ചെയ്യാൻ പോയത് ആരെന്നറിയോ? കണ്ടാലേ അറിഞ്ഞൂടെ? അതിൽ ഫുള്ള് നിന്റെ പിക്ചറല്ലേ, നീ തന്നെ ആയിരിക്കും. ഓ കൊച്ചു കള്ളി, എല്ലാം മനസ്സിലാക്കി. നിങ്ങൾക്ക് എന്തൊരു ബുദ്ധിയാന്നേ. കൊള്ളിക്കേറി അതൊക്കെ ഞങ്ങൾ കൊണ്ടോളാം. ഈ എന്തിനാ വെറുതെ കാക്കാനെ അനാഥനാക്കിയത്? എന്ത് കാക്ക? യു മീൻ ക്രോ? ഐ മീൻ ക്രോ. അപ്പൊ എന്റെ ഗ്രാൻഡ് ഒരു ലഞ്ച് ബ്രേക്കിനൊക്കെ എത്തുമായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഉദ്ഘാടനം കഴിക്കാം. അപ്പൊ നിങ്ങൾക്ക് വരണേ സ്വീറ്റീസ്. ഇവൾ നമ്മൾ വിചാരിച്ചേറ്റല്ല. അല്ല, വാട്ട് ഈസ് കാക്ക? ഏത് കാക്കയുടെ ജീവിതം ഞാൻ മുടിച്ചെന്ന് നിങ്ങൾ പറയുന്നേ? ഓ, ഞാൻ ഉദ്ദേശിച്ചത് ചേട്ടനാ, ആ ഉണ്ണിച്ചേട്ടൻ. ഞങ്ങൾ കാക്കാന്നാ പറയലേ. ഓ, ആ കാക്കയുടെ കാര്യമാണോ? ഞാൻ വിചാരിച്ചു മറ്റേ ക്രോ ക്രോ അതിന്റെ കാര്യമാണെന്ന്. അയാൾ പോണേക്ക് പോട്ടേന്ന്. അയാൾക്കൊക്കെ ഇവിടെ കടയിട്ടത് എന്തിനാ? കുറെ ചീപ്പ് ഭക്ഷണം വിറ്റ് കുട്ടികളുടെ തടി കണ്ടെടുക്കാനായിട്ട്. എന്നാ നിങ്ങൾക്ക് ആ ചേട്ടന് നഷ്ടപരിഹാരങ്ങളും കൊടുത്തു. വലിയ പൂത്ത കാശുള്ളവരാണല്ലോ. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. അത് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട. എന്റെ ഗ്രാൻഡ്പയ്ക്ക് മനസ്സലിവുള്ള എന്തെങ്കിലും അയാൾ ചെയ്തെന്നാ അയാൾക്ക് ഞങ്ങൾ കൂലിയും കൊടുക്കും. ഓ അങ്ങനെയാ? അങ്ങനെയാ. കാക്കനെ കളയാക്കിയതല്ലേ, കാക്കന്റെ പണി തന്നു മോളെ. അയ്യോ കാക്കനെ കുറിച്ച് പറഞ്ഞതല്ലേ. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ. എനിക്ക് ചിരി വരുന്നു. വല്ലാത്തൊരു കഷ്ടം. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ വീഴുന്ന കുലുമാൽ കുലുമാൽ കുലുമാൽ. എവിടെ അവള്? ആര്? നിന്റെ ബെസ്റ്റിയോ? ഏത് ബെസ്റ്റി? മറ്റേ പുതിയ കുട്ടി? അതെ, ആൻമേരിയ. അവളോ? അവൾ ഇപ്പൊ ഇതുവരെ കണ്ടം വഴി ഓടിയിരുന്നല്ലോ. അവളോ? നിങ്ങളെ പേടിച്ചിട്ട് കണ്ടം വഴി ഓടേ? എന്നാ ഭൂമി തല കറങ്ങുമല്ലോ. ജെന്നിനെ കണ്ടായിരുന്നോ? അല്ല, നിനക്ക് ഞങ്ങളോട് ഇത്തിരി സോഫ്റ്റ് കോണൊക്കെ ഉണ്ടല്ലോ, എന്ത് പറ്റി? അല്ല, ഞാൻ അവരെ രണ്ടുപേരെ കണ്ടില്ല, അപ്പൊ നിങ്ങളോട് ചോദിച്ചതാ. നിങ്ങളുടെ അടുത്ത് എനിക്കൊരു സോഫ്റ്റ് കോണും ഇല്ല. വണ്ണ് ഗേള് ക്രോ വില്ലേ ഡാഷ് ഇട്ട് അപ്പൊ ഓടി. മലയാളത്തിൽ പറയടി. എങ്ങനെ ഞാൻ മലയാളത്തിൽ പറയാ? എടേ പാത്തു, നീ തന്നെ പറഞ്ഞു കൊടുത്തു. അവളെ കാക്കാനെ കുട്ടി പറഞ്ഞ് നിക്കേന്നു. അന്നെ കൂടി കാക്ക വന്നിട്ട് തപ്പേന്ന് തലക്കൊരു തപ്പയല്ലേ ഒറ്റോട്ടോടുന്നത്. പിന്നെ കണ്ടിട്ടില്ല. തള്ളി വിടല്ലേ. തള്ളൽ മത്സരത്തിലെ ഫസ്റ്റ് സത്യം പറ, നിങ്ങൾ അവൾ എന്തെങ്കിലും ചെയ്തോ? അതെടി, ഞങ്ങൾ അവളെ ഉപ്പിലിട്ട് തിന്നു. നിനക്കെടുക്കട്ടെ ഒരു പ്രശ്നം? തമാശക്കാട് നിക്കേ. അവളെവിടെ? എടി, അത് ഞങ്ങളോട് ചോദിക്കല്ലേ. അതെ, ഇതെന്റെ ബെസ്റ്റിന്റെ അടുത്ത് ചോദിച്ചോക്ക്, അപ്പൊ മനസ്സിലാവും. ഇത് നേരെ ബാത്റൂം പോയൊക്കെ അവളുണ്ടാവും ഒരു തല കെക്കണേ. അപ്പൊ എനിക്ക് കാണാൻ പറ്റും. വിശ്വസിക്കാമോ? 100% ഗ്യാരണ്ടി. ആയാ മതി. എടി അമ്മ, ഗ്രൗണ്ടിൽ ഇങ്ങോട്ട് വാ. ബോറടിക്കുന്നു. ദേ നീ വരുന്നുണ്ട്. നീ കുറെ നേരമായല്ലോ തുടങ്ങിട്ട്. കുറെ നേരമായില്ല നീ ബാസ്കറ്റ്ബോൾ കളിക്കാൻ തുടങ്ങിട്ട്. മതി, എനിക്ക് മടുത്തു.
ദേവു, എന്നോട് ഇപ്പോഴും നീ പിണക്കാണോ? എന്തെങ്കിലും പറ ദേവു. ഞാൻ അന്നേരം നിന്നോട് സോറി ചോദിച്ചതന്നെ. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അർജുൻ, ഇപ്പൊ പോയിക്കോ. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. ദേവു, പറഞ്ഞൊന്ന് കേക്ക്. ഞാനപ്പോ വെറുതെ തമാശക്ക്. ഒന്നും പറയണ്ട. തമാശക്കായാലും എന്തിനായാലും എനിക്ക് നിന്നോട് സംസാരിക്കാനേ താല്പര്യമില്ല. നിനക്കറിയണ്ട, ജൂലി റോസും എന്നെ എത്രത്തോളം കളിയാക്കുന്നറിയോ? എടി ഞാനതൊന്നും. വേണ്ട, നീ ഒന്നും പറയണ്ട. നിനക്ക് ഓരോരോ തമാശയായിരിക്കും, എനിക്ക് അങ്ങനെയല്ല. ദേവു, സോറി. നിന്റെ ഒരു സോറി